ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ജനുവരി പ്ലാനർ ആവാം ഗൈസ്. ഒരു ന്യൂ ഇയർ പ്ലാനറാണ് ഗൈസ്. ഒരു വിൻറ്റേജ് ലുക്കിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു ബ്രൗൺ പേപ്പർ കിട്ടിയില്ലേ ഗൈസ്, അതാണ് ഞാൻ ഈ ഒരു ജനുവരിയിൽ മൊത്തം പ്ലാനർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തേക്കുന്നത്. ഒരു വിൻറ്റേജ് ലുക്കിലാണ് ഗൈസ് നമ്മൾ ചെയ്യുന്നത്. അന്നേരം ആ പേപ്പർ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കീറിയെടുക്കണം. കുറച്ച് നീളത്തിൽ തന്നെ കീറാൻ ശ്രമിക്കുക. കത്രിക വെച്ചൊന്നും ആരും വെട്ടിയെടുക്കരുത്, കീറി തന്നെ എടുക്കണം കേട്ടോ. അതിനുശേഷം ആ പേപ്പർ നല്ല രീതിക്ക് ചുരുക്കി നല്ല കുഞ്ഞിതായിട്ട് ചുരുക്കി കൊടുത്തതിന് ശേഷം നിവർത്തുമ്പോൾ കീറി പോകാണ്ട് സൂക്ഷിക്കുക. അതിനുശേഷം നമുക്കത് നമ്മൾ എന്തിലാണോ ചെയ്യുന്നത് ജേണലിൽ അവിടെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ ഗൈസ്. ഞാൻ അവിടെ നോട്ട്ബുക്കിലാണ് ഗൈസ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു 2015 ഒരു ഡയറിയുടെ എൻ്റെ ഒരു പേജ് ഉണ്ടായിരുന്നു ഗൈസ്. അതാണ് ഞാൻ ഇവിടെ ജനുവരിയിൽ പേപ്പറായിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് A4 പേപ്പർ ആയാലും മതി കേട്ടോ ഗൈസ്. അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കീറിയതിന് ശേഷം ജനുവരിന്ന് എഴുതിയിട്ട് ഞാൻ അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു ഗേളിൻ്റെ സ്റ്റിക്കർ ഉണ്ടായിരുന്നു ഗൈസ്. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്, ജേണലിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് ഗൈസ്. അത് ഞാൻ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ന്യൂ ഇയർ സ്റ്റാർട്ട്സ് ഹിയർ എന്ന് പറഞ്ഞൊരു പേപ്പറിൽ എഴുതിയിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം എഴുതിയത് ഇയർ എഴുതാനായിട്ട് ഞാൻ മറന്നുപോയി ഗൈസ്. പിന്നെ രണ്ടാമത് ഞാൻ ഒരു വലിയ പേപ്പർ എടുത്തിട്ട് അതും എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഫസ്റ്റ് പേപ്പറിൻ്റെ ഫൈനൽ ലുക്ക്. അത്യാവശ്യം അടിപൊളിയായിട്ടൊരു സിമ്പിൾ ആൻഡ് ഹംബിളായിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പേജ് ചെയ്യാം ഗൈസ്. നെക്സ്റ്റ് പേജ് ഒരു കലണ്ടർ പേജാണ് ഗൈസ്. അതിനായിട്ട് ഞാൻ ആ ഒരു സെയിം പേപ്പർ തന്നെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ചുരുക്കാൻ മതി. ഞാൻ ഇവിടെ അധികം ചുരുക്കുന്നില്ല, നേരത്തെ തന്നെയാണ് വെക്കുന്നത്. എല്ലാത്തിലും ചുരുക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി പോകും ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അങ്ങ് കീറിയെടുക്കുക. അതിനുശേഷം എൻ്റെ കയ്യിൽ 2015 ഡയറി ഉണ്ടായിരുന്നു ഗൈസ്. അതിൽ ഞാൻ കറക്റ്റ് ഡേറ്റ് നോക്കിയൊരു കലണ്ടർ ഇതുമാതിരി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ A4 പേപ്പറിൽ വരച്ചിട്ട് ഡേറ്റ് എഴുതിയാലും മതി കേട്ടോ ഗൈസ്. ഈ ഒരു ഡയറിയിലെ പേജാണ് ഗൈസ് ഇത്. കറക്റ്റ് ഞാൻ ജനുവരി 1 ബുധനാഴ്ചയുടെ കറക്റ്റ് നോക്കിയെടുത്ത ഒരു കലണ്ടറാണ് ഗൈസ്. അങ്ങനെ അവസാനം നമ്മളെന്താ പറയുക, അതും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ബ്രൗൺ പേപ്പർ ഒട്ടും കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ ഒരു കുഞ്ഞു പീസും ബ്രൗൺ പേപ്പറും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ എൻ്റെ പണ്ടത്തെ റോസാപ്പൂവാണ് കേട്ടോ ഗൈസ്. അതുകൊണ്ടാണ് അവിടെ ഒരു കുഞ്ഞൊരു പാട് ബ്രൗൺ കളർ. അതറിയാണ്ട് ഞാനൊരു പണ്ടൊരു റോസാപ്പൂ ഡ്രൈ ചെയ്യാൻ വെച്ചതാണ്. അതിൻ്റെ നീര് മൊത്തം ഈ ഒരു പേപ്പറിൽ വന്നതാണ്. പക്ഷെ അതൊരു വിൻറ്റേജ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഗൈസ്. ചെറുതായിട്ട് അവിടെ ഒന്ന് കീറിയിട്ടും കൂടി ഉണ്ട്. അത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഗൈസ്. ഇനി ഞാൻ ഈ ഒരു ബ്രൗൺ പേപ്പർ ഇവിടെയും കൂടി ഒന്ന് ഒട്ടിച്ച് സെറ്റാക്കുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ ബ്രൗൺ ഒന്ന് പുറത്തേക്ക് കാണണം കേട്ടോ ഗൈസ്. അങ്ങനെ അതൊക്കെ സെറ്റാക്കി നമ്മൾ നമ്മുടെ കലണ്ടറും ഒട്ടിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഡയറിയുടെ പേജാണ് ഗൈസ് എടുത്തിട്ടുള്ളത്. അത് ഇതുമാതിരി ഒന്ന് കീറിയിട്ട്, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. ഞാൻ വീഡിയോയിൽ ചെയ്യുന്ന മാതിരി തന്നെ ചെയ്യാം കേട്ടോ. അതിന് ശേഷം നമുക്ക് കലണ്ടറിന് അവിടെ എഴുതിയതിന് ശേഷം ഞാൻ ഈ ഒരു ബ്രൗൺ പേപ്പറിൽ തന്നെ ഒരു കുഞ്ഞ് ചെടി വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ സെക്കൻഡ് ലുക്ക്. ഫസ്റ്റ് അടിപൊളിയായിട്ടുണ്ട്, സെക്കൻഡും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി ലുക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇനി നമുക്ക് തേർഡ് പേജ് ചെയ്യാം ഗൈസ്. അതിനായിട്ട് നമ്മളൊരു സ്ക്വയർ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നടുക്കിയും ഇതുമാതിരി കീറി എടുക്കണം കേട്ടോ ഗൈസ്. നടുക്കിൽ മാത്രമേ കീറാൻ പറ്റുള്ളൂ. സൈഡിലൊക്കെ കറക്റ്റ് ലെവലായിട്ട് തന്നെ വേണം. നടുക്കിൽ ഇങ്ങനെ കീറിയിരിക്കണം. ഇനി നമുക്കിതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഗൈസ്. നമ്മൾ ഇവിടെ ഫെവിക്കോളാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ സ്റ്റിക്ക് ചെയ്യുന്നതൊന്നും ഇവിടെ കാണിക്കുന്നില്ല. അതിനുശേഷം ഞാൻ ഇവിടെ ട്രാക്കറാണ് ഗൈസ് ഉദ്ദേശിച്ചിരിക്കുന്നത്, തേർഡ് പേജ്. അതിനായിട്ട് ഞാൻ ഒരു ഡയറിയിലെ പേജ് തന്നെയാണ് എഴുതിയേക്കുന്നത്. അത് ഞാൻ ഇതുമാതിരി ഒന്ന് കീറി എടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ വീഡിയോയിൽ കാണിക്കുന്ന മാതിരി തന്നെ കീറുക. ഇനി നമുക്ക് ആ പേപ്പർ നല്ല രീതിക്ക് ഒന്ന് ചുരുക്കി കൊടുക്കാം കേട്ടോ ഗൈസ്. ചുരുക്കിയതിന് ശേഷം നല്ല രീതിക്ക് നിവർത്തിയിട്ട് നമുക്കതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇത് ഞാനിവിടെ ഒരു സൈഡിലായിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. എല്ലാം ഇങ്ങനെ നടുക്ക് വന്ന് കുറച്ച് ബോറായിരിക്കും. അതുകൊണ്ട് കുറച്ച് വെറൈറ്റിക്ക് വേണ്ടി അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ട്രാക്ക് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ ഒരു ഷോർട്ട് ഫോം ആയിട്ടാണ് ഗൈസ് ട്രാക്ക് എന്ന് എഴുതിയിരിക്കുന്നത്. ടോട്ടൽ നമ്മുടെ ട്രാക്കറാണ്. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള അമീബയുടെ ഷേപ്പൊക്കെ വരച്ചു കൊടുക്കാം. അതിനുശേഷം 1 2 3 നമുക്ക് എത്ര ദിവസം ഉണ്ടോ അത്രത്തോളം നമ്പർ എഴുതിയതിന് ശേഷം ഗുഡ്, സ്ലീപ്പി, ബോറ്, ബെസ്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതി കൊടുക്കാം കേട്ടോ. നിങ്ങൾ ഓരോ ദിവസം എങ്ങനെയായിരിക്കും നിങ്ങളുടെ മൂഡ്, ആ ദിവസത്തെ മൂഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കളർ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഗൈസ്. ഞാൻ അവിടെ കുറച്ച് കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. ബോറിങ്ങിൽ ഞാനിവിടെ റെഡ്, ഗുഡ് അങ്ങനെ കുറച്ച് കളേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അമീബ മാതിരി തന്നെ ഇങ്ങനെ കൊളാക്കിയൊക്കെ വരച്ചു കൊടുക്കാം. നിങ്ങളെ പറ്റുന്ന പോലെയൊക്കെ വരച്ചു കൊടുത്താൽ മതി ഗൈസ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് വരച്ചെടുക്കാം. അതിനുശേഷം ഞാൻ എൻ്റെ ജേണലിൽ ഒരു കുഞ്ഞ് സ്റ്റിക്കർ ഉണ്ടായിരുന്നു. അങ്ങനെ അതും കൂടി ഞാൻ ഒരു പെണ്ണിൻ്റെ സ്റ്റിക്കറാണ്. അത് ഞാൻ ട്രാക്കറിൻ്റെ അടിയിലായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ 4th പേജിലേക്ക് കടക്കാം ഗൈസ്. അതും ഞാൻ വീണ്ടും ഒരു ബ്രൗൺ പേപ്പർ തന്നെ എടുത്തിട്ടുള്ളത്. ടോട്ടലി ഞാൻ ഒരു കവറാണ് കേട്ടോ ഗൈസ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ബ്രൗൺ കവറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിലാണ് ഈ മൊത്തം ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ ഗൈസ്. ഇനി നല്ല രീതിക്ക് ഈ ഒരു പേപ്പർ ഒന്ന് കീറിയതിന് ശേഷം കീറി തന്നെ എടുക്കണം
ഒട്ടിക്കണം, അത് ഞാൻ പ്രത്യേകം പറയുന്നുണ്ട്. ഇനി അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ചുരുക്കിയിട്ട് വേണം ഗൈസ് ഒട്ടിക്കാൻ, നല്ല രീതിക്ക് ചുരുക്കി അതിൻ്റെ ടെക്സ്ചർ നല്ല രീതിക്ക് വരണം. അതിനുശേഷം ഞാൻ സ്റ്റഡി എന്ന് പറഞ്ഞ് നമ്മുടെ ഡയറിയിലത്തെ പേജസ് തന്നെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറി തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് A4 പേപ്പർ ആയാലും മതി കേട്ടോ ഗൈസ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഡയറി ഉള്ളതുകൊണ്ട് ഞാൻ അതാണ് എടുക്കുന്നത്. എന്നിട്ട് സ്റ്റഡി എന്ന് എഴുതിയിട്ട് ചെയ്തിട്ട് നമ്മൾ 3 സ്റ്റാർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് പഠിച്ചു കഴിഞ്ഞത് അതൊക്കെ നമുക്ക് എഴുതി വെക്കാനുള്ളൊരു സ്ഥലമാണ് ഈ ഒരു സ്റ്റഡി ഏരിയ എന്ന് പറഞ്ഞൊരു സംഭവം, സ്റ്റഡി പ്ലാൻ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് റൊട്ടീൻ ഗൈസ്. നമ്മുടെ എല്ലാ ദിവസത്തെയും ഓരോ കാര്യങ്ങൾ എഴുതി വെക്കാനായിട്ടാണ് ഗൈസ്. നമ്മൾ നമ്മൾ ഇന്ന ദിവസത്തെ റൊട്ടീൻ എങ്ങനെയായിരിക്കും അങ്ങനെ. ആദ്യം തന്നെ ഞാനൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. ആ ബ്രൗൺ പേപ്പർ തന്നെയാണ് ഗൈസ് എടുത്തിട്ടുള്ളത്. ഒരു സൈഡ് മാത്രം നമ്മൾ കത്രിക വെച്ചിട്ടിട്ട് ബാക്കിയെല്ലാം ഇങ്ങനെ കീറി എടുക്കണം കേട്ടോ ഗൈസ്. ഇനി നമുക്ക് ഈ ഒരു വൈറ്റ് കാണുന്ന രീതിക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അതിന് മുമ്പായിട്ട് നമ്മൾ വൈറ്റ് പേപ്പറോ അതോ നിങ്ങളുടെ ഇഷ്ടമുള്ള നിങ്ങളുടെ കയ്യിലുള്ള പേപ്പർ ഏതാണെന്ന് വെച്ച് എടുക്കാം കേട്ടോ ഗൈസ്. എൻ്റെ ഇവിടെ ഡയറിയിലെ പേജുള്ളതുകൊണ്ട് ഞാൻ അതാണ് എടുക്കുന്നത്. അത് നമ്മൾ നടുക്കായിട്ടൊന്ന് ഒട്ടിച്ചതിന് ശേഷം റൊട്ടീന്ന് ഇങ്ങനെ അടിയിലേക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ ദിവസം കുളിച്ച് അങ്ങനെ ഓരോ ദിവസത്തെ റൊട്ടീൻ അവിടെ എഴുതി കൊടുക്കാം. ഇതിന് വേണ്ടിയാണ് ആ പേജ്. ഇനി ഇപ്പുറത്തെ പേജ് ഞാൻ റൊട്ടീന് വേണ്ടിയാണ് കേട്ടോ ഗൈസ് യൂസ് ചെയ്യുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ മൺഡേ ടു ഫ്രൈഡേ ഒരു റൊട്ടീനായിരിക്കും എൻ്റെ, അതേപോലെ തന്നെ സാറ്റർഡേ ടു സൺഡേ വേറൊരു റൊട്ടീനായിരിക്കും. അതുകൊണ്ട് ഞാൻ വെറുതെ ഒരു ബ്രൗൺ പേപ്പർ എടുത്തിട്ട് റൊട്ടീൻ എഴുതിയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് അതാണ് കേട്ടോ ഗൈസ്. ഇനി നമ്മൾ നെക്സ്റ്റ് പേജിലേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് പ്ലാനാണ് ഗൈസ്. ഇത് ഞാൻ ഓപ്ഷണലാണ്, എനിക്ക് യൂട്യൂബിലുള്ളതുകൊണ്ട് കേട്ടോ ഗൈസ് ഞാനത് ചെയ്യുന്നത്. യൂട്യൂബിൽ എനിക്ക് ഇന്ന വീഡിയോ ഇന്ന ദിവസം വരണം അങ്ങനെയൊക്കെ എഴുതാനായിട്ടാണ്. അതിന് ഞാൻ ആ ബ്രൗൺ പേപ്പർ ഇങ്ങനെ അവിടെ ഇവിടേക്കായിട്ട് ഒട്ടിച്ചെടുക്കുക. നിങ്ങൾക്ക് ഇന്ന സ്ഥലമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഒട്ടിക്കുക. അതിനുശേഷം ഞാൻ യൂട്യൂബ് പ്ലാൻ എന്ന് പറഞ്ഞ് മുകളിൽ ബ്ലാക്ക് പെൻ വെച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ ഇതിൽ ടോട്ടലായിട്ട് യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് പെന്നാണ്. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് പേജാണ് ഗൈസ്. ലാസ്റ്റ് പേജ് സ്കിൻ കെയർ ആണ് ഗൈസ്. എനിക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ എഴുതി വെക്കാനാണ് കേട്ടോ ഗൈസ് ഇത് യൂസ് ചെയ്യുന്നത്. അതിന് തന്നെ ബ്രൗൺ പേപ്പർ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഡയറിയിലെ പേജ് എടുത്തിട്ട് സ്കിൻ കെയറിന് എഴുതി കൊടുത്തു. അതിൻ്റെ മേലെ ഒട്ടിച്ചിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇനിയാണ് ഗൈസ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള പേപ്പർ. വേറെ ഒന്നുമല്ല ഗൈസ്, നമ്മൾ കലണ്ടറാണ് വരയ്ക്കാൻ പോകുന്നത്. ഓരോ ദിവസത്തെ ഓരോ സംഭവങ്ങൾ എഴുതാനായിട്ടാണ്. ഒരു ദിവസം നടന്ന മെയിനായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കലണ്ടറിൽ എഴുതി കൊടുക്കാം കേട്ടോ ഗൈസ്. ഞാൻ വരച്ച മാതിരി തന്നെ വരച്ചു കൊടുക്കുക. എനിക്കിത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല, അതുകൊണ്ട് ഞാൻ സൺഡേ മൺഡേ ട്യൂസ്ഡേ അങ്ങനെയൊക്കെ എഴുതിയതിന് ശേഷം നമ്മൾ ഓരോ കലണ്ടർ മാതിരി എഴുതി കൊടുക്കാം. അതിനുശേഷം ഞാൻ ജനുവരി 2025 എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഫൈനൽ ലുക്ക് ഗൈസ് നമ്മുടെ പ്ലാനറിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് പറ്റുമെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ നിങ്ങൾ ചെയ്തത് സെൻഡ് ചെയ്ത് തരാം കേട്ടോ ഗൈസ്. ഇൻസ്റ്റ ID ഗേൾസ് ഓഫ് സുഹാന എന്ന് തന്നെയാണ് കേട്ടോ ഗൈസ്. അതിലേക്ക് അയച്ചു തരാം. നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുമാതിരി തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള തീം ചെയ്തിട്ട് അയച്ചു തരാം കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ ഫെബ്രുവരിയുടെ പ്ലാനറിൽ എന്തായാലും ലാസ്റ്റ് നിങ്ങളുടെ പ്ലാനർ സെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ പേരും കൂടി അയച്ചു തരാം. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത എല്ലാ പേജസിൻ്റെ ഫോട്ടോയും കൂടി അയച്ചു തരാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഞാൻ നിർത്തുകയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.